ഇവിടെ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ +2 കഴിഞ്ഞവർക്ക് ഇവിടെ ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുക്കാൻ പറ്റിയ കോഴ്സസ് ഏതൊക്കെയാണ്? നമുക്ക് കോഴ്സസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ കേരളത്തില് നമ്മൾ കോഴ്സസ് വച്ചേക്കുന്നത് മെയിൻ കേരളത്തിന്റെ റിക്വയർമെന്റ് ഓൾ ഇന്ത്യ ലെവലില് ബൂമിംഗ് ആയിട്ട് വരുന്ന റിക്വയർമെന്റ് അനുസരിച്ചാണ്. ഇപ്പം റീസെന്റ് ഒരു സ്റ്റഡി ഞാനും പങ്കെടുത്ത ഒരു മീറ്റിംഗ്, ഒരു റീസെന്റ് നടന്ന ഒരു ഒഫീഷ്യൽ മീറ്റിംഗിൽ, ഗവൺമെന്റിന്റെ തന്നെ ഒരു മീറ്റിംഗിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ, ഒരു സ്കില്ലിംഗ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കൊക്കെ അത് അറിയായിരിക്കും. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സെക്ടറാണ്, IT അനദർ സെക്ടർ. പിന്നെ അതേപോലെ ഓഫീസ് ഫിനാൻസ് എന്ന് പറയുന്നത്, ഏത് കമ്പനി എടുത്താലും ഫിനാൻസ് അക്കൗണ്ടന്റ് ഉണ്ടല്ലേ, ഏത് കമ്പനി എടുത്താലും അക്കൗണ്ടന്റ് ഇല്ലാത്ത കമ്പനി ഉണ്ടോ? എല്ലാ കമ്പനികളും ഫിനാൻസ് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്, ബാക്ക് ഓഫീസുള്ള ആൾക്കാരുണ്ട്. ലോജിസ്റ്റിക്സ് ഇസ് എ ഡിഫറെന്റ് ഡൊമൈൻ. അത് ഒരുപാട് നീണ്ടു കിടക്കുകയാണ് അല്ലെ. ഒരു സംഭവം നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്ത് നമ്മൾ വേറൊരു രാജ്യത്തേക്ക് കയറ്റി അയക്കുന്നു. അതിൽ എന്തൊക്കെ പ്രോസസ്സുകളുണ്ട്? ഇവിടെ നിന്ന് കയറ്റി അയക്കുമ്പോൾ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട് അല്ലെ. പിന്നെ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന വെയർ ഹൗസസുകളുടെ കൺസെപ്റ്റുകൾ, അവിടെയും എത്രത്തോളം വേക്കൻസികൾ അവൈലബിൾ ആണ് അല്ലെ. സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ആ ഒരു ശൃംഖലയിൽ കിടക്കുന്ന എത്രത്തോളം വേക്കൻസികൾ അവൈലബിൾ ആണ്. അപ്പൊ ഈ വേക്കൻസികളെ മനസ്സിലാക്കി ലോജിസ്റ്റിക്സ് മേഖലയിൽ ട്രെയിൻ ചെയ്യുക. അതേപോലെ ഫിനാൻസ് സെക്ടറിൽ വളരെ പ്രോപ്പർ ലെവലിൽ, വെറുതെ മൊഡ്യൂൾ പഠിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതല്ല, പ്രോപ്പർ പ്രാക്ടിക്കൽ ട്രെയിനിങ്, വർക്ക് ഇന്റഗ്രേറ്റഡ് കോൺസെപ്റ്റ്, അതായത് ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുന്ന ഒരു രീതി കൊടുക്കുക. എല്ലാ കമ്പനികളിലും കാണുന്ന പോലെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് ഉണ്ട് അല്ലെ, ഓപ്പറേഷൻസിൽ ഉണ്ട്, എക്സിക്യൂട്ടീവ് പോസ്റ്റുകളുണ്ട്. ഇതൊക്കെ ജനറലി ഒരു ഓഫീസ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസെപ്റ്റിലോട്ട് നമുക്ക് കൊണ്ടുവരാം. അതിന്റെ ഡെഡിക്കേറ്റഡ് ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളായിക്കൊള്ളട്ടെ, +2 കഴിഞ്ഞ കുട്ടികളായിക്കൊള്ളട്ടെ. അപ്പൊ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലോട്ട് കയറാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമാണ്. അവർക്ക് കയറാൻ പറ്റുന്ന ചില മേഖലകളുണ്ട്. ഇപ്പം ഇൻവെന്ററി എന്ന് പറയുന്ന ഇൻവെന്ററി മാനേജ്മെന്റ്, വെയർ ഹൗസ് ഇൻചാർജ് അല്ലെ, വെയർ ഹൗസ് എക്സിക്യൂട്ടീവ് ആയിട്ടൊക്കെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന കോഴ്സുകളായിട്ട് ഉണ്ട്. ഇപ്പം അക്കൗണ്ടന്റ് ആർക്കാവാൻ പറ്റുക? അക്കൗണ്ടിങ് ബേസിക്കലി അല്ലെ, BCom-കാർക്കാണ്, MCom-കാർക്കാണ് അക്കൗണ്ടന്റ്. അപ്പം ആ സ്പെസിഫിക് പഠിച്ച കുട്ടികൾക്ക് വരുന്നുണ്ട്. ഇനി ഡിഗ്രിക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കോമൺ ലോജിസ്റ്റിക്സിലുള്ള എക്സിക്യൂട്ടീവ് പോസ്റ്റുകളൊക്കെ ഏത് ഡിഗ്രി പഠിച്ച ആൾക്കാർക്കും ചെയ്യാം. അപ്പം BBA ആയിക്കോട്ടെ, BA ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇവർക്കൊക്കെ വേണമെങ്കിൽ എസ്പെഷ്യലി ലേഡീസ് അല്ലെ, പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടില് അവർക്ക് ഓഫീസ് ജോബ് വളരെ ഇഷ്ടമാണ്. കുറച്ച് ടെക്കി ലെവലില് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആകുക എന്നൊക്കെ പറഞ്ഞ പ്രൗഡ് മൊമെന്റ് ആണ് അവരെ സംബന്ധിച്ചു. അല്ലെങ്കിൽ ഒരു HR ലെവലിലോട്ട് പോകും. അപ്പം HR ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ HR-ലേക്കുള്ള ആദ്യ കടമ്പയാണ് HR അസിസ്റ്റന്റ് പോസ്റ്റുകൾ, അഡ്മിൻ കം HR പോസ്റ്റുകൾ. അപ്പൊ ഇതിലേക്ക് ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രെയിനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഏവിയേഷൻ പറഞ്ഞു. അപ്പം ഏവിയേഷൻ എന്ന് പറയുന്നത് പാഷനാണ് അല്ലെ. എനിക്ക് ഏവിയേഷൻ സെക്ടറിൽ ഒരു ജോലി വേണം എന്ന് പറയുന്നത് പാഷനേറ്റ് ആയിട്ടുള്ള, അപ്പൊ അത്തരത്തിലുള്ള പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികളെ കറക്റ്റായിട്ട് പാത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അത് ബിക്കോസ് എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് നിൽക്കുന്ന സംഭവമല്ല. അവിടെ കയറി പറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് സിനാരിയോ. അപ്പൊ അവിടെ വർക്ക് ചെയ്ത പ്രൊഫഷണൽസ് നിങ്ങളെ മോൾഡ് ചെയ്യണം. ഏത് പ്രൊഫൈലാണ് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടണം. ആ എയർപോർട്ടുകളിൽ നിങ്ങൾ പോകണം. നിങ്ങൾക്ക് ഇന്റർനാഷണൽ എക്സ്പോഷർ വേണം. യു ഹാവ് ടു ട്രാവൽ. ആ ട്രാവലിംഗ് നിങ്ങൾക്ക് കിട്ടണം. അത് നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂമിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഏവിയേഷന്റെ ട്രെയിനിങ് വരുന്നുണ്ട്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ഐ ഹാവ് ടോൾഡ് യു പൈലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അതിന് നല്ലൊരു ഫെസിലിറ്റി ഒരുക്കുക, നല്ല മെന്റേഴ്സിനെ കൊടുക്കുക. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ഡൊമൈൻസിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സർ, നമ്മളിവിടെ പഠിച്ചൊരു കുട്ടി, ഇപ്പൊ ഒരു ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് ഇവിടെ വന്ന് പഠിച്ചൊരു കുട്ടിയാവട്ടെ, ഇപ്പൊ ഏതെങ്കിലും ഒരു കോഴ്സ് ആവട്ടെ, ആ കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം ആ ഒരു ജോബ് കിട്ടുന്ന, ഇവിടെ നിന്ന് ഇറങ്ങി ആ ജോബ് കിട്ടുന്ന വരെയുള്ള പ്രോസസ് അതെങ്ങനെയാണ്? എങ്ങനെയാണെന്ന് അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഡൊമൈൻസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ ഡൊമൈനും അതിൻ്റെതായ ഡ്യൂറേഷൻ ഉണ്ട്, ട്രെയിനിങ് ഡ്യൂറേഷൻ ഉണ്ട്. ആദ്യം നമ്മുടെ കൗൺസിലിംഗ് സെക്ഷനാണ്. ഫസ്റ്റ് സെക്ഷൻ ഒരു കുട്ടി വരുമ്പോൾ അവന് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി ഗൈഡൻസ് കൊടുക്കുക. ഓക്കെ, ഇഫ് യു റിക്വയർ ലോജിസ്റ്റിക്സ്, ഓക്കെ, ലോജിസ്റ്റിക്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അക്കൗണ്ടിങ്, അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം നമ്മൾ പറയാം. അതിനനുസരിച്ച് ഈസ് ഗോയിങ് ടു ഓപ്റ്റ് എ കോഴ്സ് അല്ലെ, അത് ഓപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അവൻ്റെ എൻട്രിയാണ്, ക്ലാസ്സിലേക്കുള്ള എൻട്രി ആണ്. സോ ക്ലാസ്സിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ എങ്ങനെയാണ്, അവസാനമാണ്
ഒരു ഇന്റർവ്യൂ പ്രോസസ് ഒക്കെ ചെയ്യും അല്ലെ. ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ പ്രോസസ്, പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനത്തെ ഇൻഡസ്ട്രി, അയ്യോ എനിക്ക് അറിയില്ല, ഇന്റേൺഷിപ്പ് ഇൻഡസ്ട്രി എന്താണ്, ഒരു ഇന്റർവ്യൂ പ്രോസസ് ഒക്കെ വെച്ചിട്ട് കുറെ ചോദ്യം ചോദിക്കുക, അപ്പൊ അയ്യോ ഞാൻ അത് പഠിച്ചിട്ടില്ല, അങ്ങനല്ല. ആദ്യം അവനെ ഒരു ലെവൽ ടെസ്റ്റ് എന്നുള്ള ലെവലിൽ നോക്കണം. അതായത് ഞാനാണ് കുട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ശ്രുതിയാണ് ആ കുട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുട്ടി മനസ്സിലാക്കുകയാണ് ആ ലെവൽ ടെസ്റ്റിലൂടെ ഞാൻ എവിടെ നിൽക്കുന്നു, എൻ്റെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി എത്രത്തോളം ഉണ്ട് അല്ല, ഞാനൊരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ഇപ്പൊ കറന്റ് പ്രസന്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ആദ്യം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അറിയാം ഞാനിപ്പോൾ ഏത് ലെവലിൽ നിൽക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് അവന് വേണ്ടിയിട്ടുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൂടി നമുക്ക് ക്ലാസ്സുകളിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അവൻ ക്ലാസ്സിലേക്ക് കയറുകയാണ്. അപ്പൊ ക്ലാസ് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഉള്ള പോലെ കൺവെൻഷനലി ഉള്ള സിലബസുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ സിലബസ് അവൻ പഠിക്കുന്നു. അത് പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേ ആർ ഫ്രം ദി ഇൻഡസ്ട്രി പ്രൊഫഷണൽസ്. അപ്പോൾ ഒരു അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഡേറ്റ അനലിസ്റ്റ് തന്നെയാണ് ആ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ദേ ആർ ഗെറ്റിംഗ് ഇൻഡസ്ട്രി എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് ആ കുട്ടികൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ, ആ രീതിയിൽ ട്രെയിനിങ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നു. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും ദേ ആർ ഡൂയിങ് സം പ്രൊജക്ട്സ്. ഈ പ്രൊജക്റ്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, വെറുതെ എന്തെങ്കിലും പ്രൊജക്റ്റ്, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തൊരു പ്രൊജക്റ്റ് ചെയ്യുകയോ അസൈൻമെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു എക്സാം എഴുതുകയോ. എക്സാം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ആൻസർ എഴുതുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കൊടുത്തൊരു ക്വസ്റ്റ്യൻ ബാങ്ക് വെച്ച് പഠിച്ച ആള് പാസ്സാവും അല്ലെ, നല്ല മാർക്കും കിട്ടും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ I have already told you it's an industry integrated campus ആണ്. ഒരു ഇൻഡസ്ട്രിയും കൂടി കണക്റ്റഡ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള പ്രൊജക്റ്റുകളോ റിയൽ ടൈം പ്രൊജക്റ്റുകളോ ഡെമോ പ്രൊജക്റ്റുകളോ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ഈ കുട്ടി ഒരു പ്രൊജക്റ്റ് ചെയ്യാണ്. ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹാക്കത്തോൺ. ഈ ഹാക്കത്തോൺസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. 24 hours കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെ 8 hours കംപ്ലീറ്റ് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുക. വർക്ക് ചെയ്തിട്ട് ആ പ്രൊജക്റ്റിന് ഒരു ഔട്ട്കം എടുക്കുകയാണ് അല്ലെ. അതെന്തെങ്കിലും GST ഫയലിംഗ് ആണെങ്കിൽ GST ഫയലിംഗ് ആയിക്കോട്ടെ. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ടാലിയിൽ എന്തെങ്കിലും എൻട്രി ഓർ വാട്ട് എവർ ഇറ്റ് ഇസ് അതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡാഷ്ബോർഡ് ക്രിയേഷൻ ആയിക്കൊള്ളട്ടെ. ഇഫ് ദർ ഇസ് എ റിക്വയർമെന്റ് ഡയറക്ട്ലി ഫ്രം ദി ഇൻഡസ്ട്രി, ആ ഒരു BRD അല്ലെങ്കിൽ ഒരു ബിസിനസ് റിക്വയർമെന്റ് ഡോക്യുമെന്റ് കുട്ടികൾക്ക് കൊടുത്തിട്ട് ഒരു പ്രൊജക്ട് ചെയ്യുകയാണ്. സോ വാട്ട് ഇസ് ദ ഔട്ട്കം? അവര് വർക്ക് ചെയ്തു അല്ലെ, ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. ജോബ് റോൾ ആൾക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായി എന്നുള്ളത്. കൂടെ തന്നെ അവന് പുറത്തുനിന്നുള്ള HR അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള, ഇപ്പൊ ലോജിസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന അവിടെ നിന്ന് വരുന്ന പ്രൊഫഷണൽസും കൂടി വന്ന് ക്ലാസ് എടുക്കുന്നു, മെന്ററിങ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. സോ റിയൽ അപ്ഡേറ്റ്, ഇൻഡസ്ട്രിക്ക് വേണ്ട റിയൽ അപ്ഡേറ്റ് ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ആൻഡ് ദെൻ ഹി ഈസ് ഗെറ്റിംഗ് ആൻ ഇന്റേൺഷിപ്പ്. അപ്പൊ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതും ഒരു ജോലിയാണല്ലേ. ഇന്റേൺഷിപ്പും ഒരു ജോബായിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക്. അതും വർക്ക് ചെയ്യലാണ്. അപ്പൊ ഒരു മിക്സ്ചർ ഓഫ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഇതിനെ വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ലോകത്ത് ഒരുപാട് ചർച്ചകൾ റിസർച്ചിലും ഒക്കെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെത്തഡോളജിയാണ് വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിലൂടെ കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കുകയാണ്. സോ ഒരു പാർട്ടിൽ അവൻ്റെ ജോലി മനസ്സിലാകുന്നു, ടെക്നിക്കൽ ട്രെയിനിങ് അവന് പ്രോപ്പർലി കിട്ടുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യമേ പറഞ്ഞൊരു വ്യക്തിയെ ക്രിയേറ്റ് ചെയ്യണമെന്നെങ്കിൽ ഹി മസ്റ്റ് ബി എ കമ്മ്യൂണിക്കേറ്റർ, ഷീ മസ്റ്റ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ അല്ലെ. ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മലയാളത്തിലാകാം, ഇംഗ്ലീഷിലാകാം, ഏതുമായിക്കൊള്ളട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കണം. പലപ്പോഴും ഏറ്റവും അവസാനം കൊണ്ടിട്ടൊരു മൊഡ്യൂളിലാണ് നമ്മൾ ലാംഗ്വേജ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് സോഫ്റ്റ് സ്കിൽസ് എന്നൊക്കെ പേരിട്ടിട്ട്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് പേരിട്ടിട്ട്. ഇപ്പൊ നമ്മുടെ തന്നെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയത്, കുറച്ചൊക്കെ ഇംഗ്ലീഷ് എങ്കിലും നമ്മൾ സംസാരിക്കുന്നത് എന്താണ്, വി ഗോട്ട് എ പ്രൊഫഷണൽ എക്സ്പോഷർ ഇൻ അവർ ലൈഫ്. അപ്പം ഡെയിലി ഇവർക്ക് ഇതിന് പ്രാക്ടീസ് കൊടുത്തു പറ്റും, ഡെയിലി വൈസ് ചെയ്ത്. അപ്പം അത് പഠിപ്പിക്കുന്ന ആരാണ്? പ്രോപ്പർ ലാംഗ്വേജ് ട്രെയിനേഴ്സ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനേഴ്സ്. ദേ ആർ മോൾഡിങ് ദം ബേസ്ഡ് ഓൺ ദി റിക്വയർമെന്റ്. ലോജിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെ വേണം? അവന് നന്നായിട്ട് മലയാളം സംസാരിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കണം, ഹിന്ദി സംസാരിക്കണം അല്ലെ. അപ്പൊ ഹിന്ദിക്ക് വേറെ ട്രെയിനിങ് കൊടുക്കുക, ലാംഗ്വേജ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ബേസിക്കലി വരുന്നത്. അപ്പൊ അങ്ങനെ അവൻ എഗെയിൻ സോഫ്റ്റ് സ്കിൽ ലാംഗ്വേജ് ലെവലിൽ മോൾഡായി വരുന്നു. ആൻഡ് ദെൻ വി ഹാവ് എ ഡെഡിക്കേറ്റഡ് പ്ലേസ്മെന്റ് വിങ്. ആ പ്ലേസ്മെന്റ് വിങ് ആർ ഓൾവേസ് കണക്റ്റഡ് വിത്ത് ദ ഇൻഡസ്ട്രി അല്ലെ. കുട്ടികൾ പഠിച്ചിറങ്ങിയ ഉടൻ തന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യും. അക്കാഡമിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ് റെഡി ടു ഒരു ജോബ് അല്ലെ. ആ ജോബിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈവൻ പ്ലേസ്മെന്റ് ഓഫീസറിന് ഒരു അഷുറൻസ് വേണം, ഈ കുട്ടി നന്നായിട്ട് മോൾഡ് ചെയ്യുന്നു. സോ അവിടെയും ഒരു ലെവൽ ടെസ്റ്റ് ഉണ്ടാവും.
അത് മോക്കിന്റെ രൂപത്തിലാകാം. ഈ മോക്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മന്തും നടക്കുന്നുണ്ട്. സോ ദിസ് ഇസ് എ പ്രോസസ് ഹാപ്പനിങ് each and every time, and the person, that student molded like an employee, ഒരു എംപ്ലോയബിലിറ്റി ഔട്ട്കം ആ കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇത്രയും ട്രെയിനിങ് കൊടുത്തൊരു കുട്ടി ഉറപ്പായിട്ടും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവൻ എങ്ങനെയായിരിക്കും? ക്ലാസ്സിൽ ഉളപ്പി നടക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറാത്തൊരു വ്യക്തിയെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇടയിൽ ഒരുപാട് കുട്ടികൾ ഉളപ്പന്മാരുണ്ടല്ലേ, അത് പറ്റില്ല. കറക്റ്റായിട്ട് ക്ലാസ്സിൽ വരണം, ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നല്ലൊരു അറ്റൻഡൻസ് പെർസെൻറ്റേജ് ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ, പ്രോപ്പർലി അറ്റൻഡ് ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ അവന് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും, കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് യാഥാർത്ഥ്യം. അപ്പം അത് ആ സ്റ്റെപ്പ്, ആ റോഡ് മാപ്പ് പ്രോപ്പർലി പ്രൊഫഷണലി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വേ. അപ്പൊ ഒരു 6 months കൊണ്ടൊരു ജോലിയിലോട്ട് കയറുക അല്ലെ, അല്ലെങ്കിൽ 5 months കൊണ്ടൊരു ജോലിയിലേക്ക് കയറുക. ദാറ്റ് ഈസ് ദ ഫൈനൽ തിങ്. ജോബ് എന്നുള്ള ഒരേ ലക്ഷ്യമാണ് നമുക്കുള്ളത്. ആ ലക്ഷ്യത്തിൽ എല്ലാവരും ഒരേപോലെ പോവുകയാണ്. ഞാൻ, സ്റ്റുഡൻസ്, നമ്മുടെ ഫാക്കൽറ്റീസ്, അവർ ഹോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അത് പുറത്തുള്ള എംപ്ലോയേഴ്സ് ആയിരിക്കാം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ, അവരുടെ റിക്വയർമെന്റ് ആണ് ചിലപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഹയർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദേ ആർ ആൾസോ കമ്മിങ് ഹിയർ, ദേ ആർ ആൾസോ സപ്പോർട്ടിങ് അസ്. അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യും? ഒരു ഇൻഡസ്ട്രി വിസിറ്റ് ദേ ക്യാൻ അറേഞ്ച് അല്ലെ. വി ആർ ഇൻ ടൈ അപ്പ് വിത്ത് മെനി കമ്പനീസ്. സോ അവര് നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ് അല്ലെ, അതിലൂടെ അവർക്കൊരു എക്സ്പോഷർ കിട്ടുന്നു. ഒരു കംപ്ലീറ്റ്ലി ഒരു ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ ആ കുട്ടിക്ക് പ്ലേസ്മെന്റ് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പൊ എത്ര സ്റ്റുഡൻസ് ആണ് ഇപ്പൊ കറന്റ്ലി പഠിക്കുന്നത്? നമുക്ക് അറൌണ്ട് ഒരു 500+ സ്റ്റുഡൻസ് ഓൾ ഓവർ. നമ്മുടെ ഒരു ക്യാമ്പസ് ആണ്, ഞാൻ പറഞ്ഞു ഒരുപാട് വേർട്ടിക്കൽസ് ഉള്ള ഒരു ക്യാമ്പസ് ആണ്. അപ്പം അറൌണ്ട് 500+ സ്റ്റുഡൻസ് നമ്മുടെ ഇവിടെ എൻറോൾ ചെയ്തിട്ടുണ്ട്. അതിൽ ജോബ് ഓറിയന്റഡ് ഉണ്ട്, ജോബ് ഓറിയന്റഡ് അല്ലാത്തതുണ്ട്. ആ ജോബ് ഓറിയന്റഡ് തന്നെ ഒട്ടനവധി, ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികളും പ്ലേസ്ഡ് ആവുന്നുണ്ട്. സ്റ്റിൽ പ്ലേസ്മെന്റ്സ് ആർ ഗോയിങ് ഓൺ. ചില കുട്ടികൾക്ക് ഇപ്പോഴും പ്ലേസ്മെന്റ്സ് പോകുന്നുണ്ട്, അവർ ഇന്റേൺഷിപ്പിൽ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആൻഡ് വി ആർ വെരി കണക്റ്റഡ്. ചില കുട്ടികൾ, ചില അലസന്മാരൊക്കെ ഉണ്ടാവും അല്ലേ കൂട്ടത്തിൽ. അപ്പൊ അവരെ നമ്മൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്ത് വി ആർ ലൈക്ക് അവർ തിരിച്ച് ക്ഷണിക്കുകയാണ്, നിങ്ങൾ വന്നോളൂ, നിങ്ങൾ വീട്ടിലിരിക്കരുത്, ഒരിക്കലും സ്റ്റക്കായി പോകരുത്. അപ്പൊ അവരുടെ പേരൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വി ആർ കോളിംഗ് ദം ബാക്ക്. ആൻഡ് ഓഫ് കോഴ്സ് അവർ അൾട്ടിമേറ്റ് എയിം ഈസ് ഹെൽപ്പിംഗ് അവർ സ്റ്റേറ്റ്, ഹെൽപ്പിംഗ് അവർ നേഷൻ. നമ്മുടെ ഒരു വിഷൻ എന്താണ്? എംപ്ലോയബിലിറ്റി, അല്ലെങ്കിൽ അത് ആ ഒരു ആസ്പെക്ട് കൂട്ടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. ജോലി, എല്ലാ യങ്സ്റ്റേഴ്സിനും ജോലി കിട്ടുക എന്നുള്ളതാണ്. 7 ലക്ഷം പേരാണ് എല്ലാ വർഷവും പഠിച്ചിറങ്ങുന്നത്, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ. അപ്പൊ അവിടെ നമുക്ക് അർബെക്സിന് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ കൊച്ചിയില് ഒരുപാട് ഈ ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ട്, കുറെ പ്ലേസ്മെന്റ്സ് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുട്ടികൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ജെന്യുവിൻ ഏതാണ്. കുറെ പേര് കുറെ പൈസ പോയിട്ട് പിന്നെ പ്ലേസ്മെന്റ് കിട്ടുന്നില്ല, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതിന് ഇതെങ്ങനെയാണ് ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നത്? അതിൽ നമ്മൾ നോക്കുന്നത്, ഇപ്പം ഇതിനൊരു ബിസിനസ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടാകാം. സോ ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തുന്നില്ല. അപ്പൊ കൊച്ചിയിൽ ഒരുപാട് നല്ല സ്ഥാപനങ്ങളുണ്ട്. അർബെക്സും അത് അത്തരത്തിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. കുറച്ചല്ലാത്ത സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ഹാപ്പൻ. അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കുട്ടികളായിട്ട് അതാ ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും റിസർച്ച് ചെയ്യുക, ഒന്നും എടുത്തു ചാടാതെ നന്നായിട്ട് അന്വേഷിക്കുക. ആരൊക്കെയാണ് ട്രെയിനേഴ്സ് എന്നുള്ളത്, ഫെസിലിറ്റി എന്താണ്, എനിക്ക് നന്നായിട്ട് എൻ്റെ ഫീസ്, ഞാൻ കൊടുക്കുന്ന ഫീസിനനുസരിച്ചുള്ള പ്രോപ്പർ ട്രെയിനിങ് എനിക്ക് തരുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പൊ അതാണ് ക്രെഡിബിലിറ്റി നോക്കണം. ഇൻഡസ്ട്രിയുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ്. സോ ജോലി കിട്ടണമെങ്കിൽ എന്താണ്, ഫൈനൽ തിങ് ഈസ് ദാറ്റ് ആ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രത്തോളം ഇൻഡസ്ട്രിയുമായിട്ട് കണക്റ്റഡ്, അത് പ്ലേസ്മെന്റിന്റെ രൂപത്തിലായിക്കൊള്ളട്ടെ, എത്രത്തോളം കമ്പനികളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളത് ഒക്കെ നമ്മൾ അന്വേഷിക്കണം. അല്ലാതെ നമുക്ക് എപ്പോഴും ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരുടെയും പ്രശ്നം എന്താണ്, നമുക്ക് പെട്ടെന്നെല്ലാം വേണം. വി ആർ വെരി ഹറി ബിക്കോസ് വി ഹാവ് പ്രഷർ. ഫാമിലിയിൽ നിന്ന് കുട്ടികൾക്ക് പ്രഷർ ഉണ്ട് അല്ലെ. അവന്റെ ഒരു ഫ്രണ്ട് ജോലി കിട്ടുമ്പോൾ അവന് സ്വന്തമായിട്ടുള്ള ഒരു പ്രഷർ വരുന്നുണ്ട്. അപ്പൊ ഈ പ്രഷറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രഷർ കുക്കറാണ്, ഏത് സമയം പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള. അപ്പൊ അവര് എടുത്തിയാടാണ്, അത്രേ ഉള്ളൂ. അപ്പൊ അതിനകത്തൊന്നും ചെയ്യാനില്ല. വരിക, അന്വേഷിക്കുക, നിങ്ങൾ നോക്കുക, എക്സ്പീരിയൻസ് നോക്കുക എന്നുള്ളതാണ്. അത് ഇൻഡസ്ട്രിയുമായി ഇപ്പൊ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് പ്രൗഡ്ലി വാട്ട് വി ക്യാൻ സേ, വി ആർ ഫ്രം ദി ഇൻഡസ്ട്രി, വി ആർ ഇൻഡസ്ട്രി പീപ്പിൾ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി പോസിറ്റീവ്സ്, നമ്മുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് അർബെക്സിൽ. യെസ്. അപ്പൊ നമ്മുടെ ഈ ചാറ്റ് എൻഡ് ചെയ്യാൻ സമയമായി. അപ്പോൾ നല്ലൊരു
വിഷനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് അർബെക്സ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്കും ആ ഒരു കൺഫ്യൂഷനൊക്കെ അങ്ങ് മാറട്ടെ. എനിവേ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ശ്രുതി. താങ്ക് യു.